ഹലോ ഫ്രണ്ട്സ്, ഇത് റെഡിറ്റിൽ ഒരാൾ പങ്കുവച്ച അയാൾക്ക് ശരിക്കും നടന്നൊരു സംഭവമാണ്. ചെന്നൈയിലെ ഒരു റെസ്റ്റോറന്റിന് പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ എന്റെ മോനുമായി കാറിൽ കയറാൻ പോകുമ്പോൾ ഏകദേശം 20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവതി 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുമായി എന്റെ അടുത്തേക്ക് വന്ന് ഭിക്ഷ ചോദിച്ചു. വ്യക്തിപരമായ അർഹതയുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ പൈസ നൽകാറുള്ളൂ. അതായത് പ്രായമായവർ, അംഗവൈകല്യമുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലുള്ളവർക്കും മാത്രമേ ഞാൻ പണം നൽകാറുള്ളൂ. ഞാൻ തലയാട്ടി വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചാരിറ്റിക്ക് സ്ഥിരമായി പണം നൽകുന്നുണ്ട്. പക്ഷേ അവർ പോയില്ല. എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ കുളന്തയ്ക്ക് പണം തര മാട്ടിങ്ങള എന്നെല്ലാം പറഞ്ഞ് അവിടെ തന്നെ നിന്നു. കുട്ടിയെ ഒരു ഉപകരണം പോലെ ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ കൂടുതൽ ദേഷ്യത്തോടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ ക്ഷമ നശിച്ചത്. ഞാൻ അവരോട് ചോദിച്ചു, ഈ കുട്ടി നിങ്ങളുടെ സ്വന്തം കുട്ടിയാണോ? എങ്കിൽ എന്തെങ്കിലും ആധാർ കാർഡോ മറ്റെന്തെങ്കിലും രേഖകളോ കാണിക്കാൻ ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിവരം അറിയിക്കും. കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ടതും അവർ അവരുടെ ഭാഷയിൽ അലറി വിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരാൾ അവിടെ വന്നു. എന്റെ കാറിനടുത്ത് വന്ന് അവർ ഇരുവരും എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ കുടുംബത്തിന്റെ സുരക്ഷയെ ഓർത്ത് പേടിച്ചു. ഞാൻ കൂടുതൽ അവരോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് വേഗം പോന്നു. വീട്ടിലെത്തിയ ശേഷം ഞാൻ ആലോചിച്ചു, അവർക്ക് രണ്ടാൾക്കും ജോലി ചെയ്യാൻ കഴിവുണ്ട്. എന്നിട്ടും അവർ ആ കുട്ടിയെ ഒരു പ്രോപ്പർട്ടിയായി ഉപയോഗിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ബാലവേല നിയമവിരുദ്ധമാണെങ്കിൽ കുട്ടികളെ എങ്ങനെ ഉപയോഗിക്കുന്നത് ബാലപീഡനം അല്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മൾ പണം കൊടുക്കുമ്പോൾ നമ്മൾ സഹായിക്കുകയല്ല ചെയ്യുന്നത്, ഈ ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2025 എത്തി നിൽക്കുമ്പോഴും നമ്മുടെ തെരുവുകളിലെ കുട്ടികളെ മനുഷ്യ പ്രോപ്പർട്ടികളായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ദാരിദ്ര്യമല്ല, ഇത് സംവിധാനത്തിന്റെ പരാജയമാണ്. ഇത് ധാർമ്മികമായ ഒരു വീഴ്ചയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബിലോ.